ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 3 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ബ്രെഡ് ഏകദേശം ഒരു 4 ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് 3 ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് മുഴുവൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി നല്ല എരിവാണെങ്കിൽ കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ബട്ടറോ നെയ്യോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ എണ്ണയാണ് പുരട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുക്കിയെടുത്തിരിക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ 2 സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 2 സൈഡും ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.